രാജ്യത്ത് എമ്പാടുമുള്ള സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് വാങ്ങിയെടുത്തത് ബിൽക്കിസ് ബാനു എന്ന ധീരയായ സ്ത്രീയാണ്. അവരുടെ ദിവസമാണെന്ന്. ജനുവരി 8 ഇനി അങ്ങനെയാവും ഓർക്കപ്പെടുന്നത്. കുടുംബത്തിലെ 14 പേർ ക്രൂരമായി കൊല്ലപ്പെടുകയും പൈശാചികമായ ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്ത ഒരു പാവം സ്ത്രീ. ആ കേസിലെ 11 പ്രതികളെയും ഗുജറാത്തിലെ BJP സർക്കാർ വെറുതെ വിട്ടത് കാണേണ്ടി വന്ന ഒരു സാധുവായ മുസ്ലിം സ്ത്രീ. അതായിരുന്നു ബിൽക്കിസ് ബാനു. പല കേസുകളിലും നിരാശ നൽകിയ സുപ്രീം കോടതിയിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന വിധിയാണ് ഇന്നുണ്ടായത്. ഭരണഘടനയിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് മുന്നോട്ട് നടക്കാനുള്ള ഒരു ഊർജം അത് നൽകുന്നുണ്ട്. പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് കോടതിയുടെ നടപടി സുപ്രീം കോടതി മരവിപ്പിച്ചത് 2024 പ്രതീക്ഷ ഉണർത്തുന്ന ആദ്യത്തെ ഒരു കാര്യമാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ചരിത്രപരം എന്നതോടൊപ്പം രാജ്യത്ത് നീതിയും ന്യായവും പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല എന്നതിൻ്റെ സൂചനയായും കാണേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു വിധിയല്ല പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായിരുന്നതെങ്കിൽ 2024 ജനുവരി 8 നീതി നിർവഹണ സംവിധാനത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമായി കണക്കാക്കപ്പെടുമായിരുന്നു. കേന്ദ്രത്തിലെയും ഗുജറാത്തിലെയും സംഘപരിവാർ ഭരണകൂടങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ഭീഷണികളെയും അതിജീവിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോയ ബിൽക്കിസ് ബാനു, CPM നേതാവ് സുഭാഷ്ണി അലി, TMC നേതാവ് മഹുവ മൊയ്ത്ര എന്നിവരെ ആദരിക്കേണ്ട ദിവസം കൂടിയാണെന്ന്. ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ സംഭവമാണ് ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസ്. സ്വന്തം കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് നേരിൽ കാണേണ്ടി വരുന്ന ആ സ്ത്രീ ക്രൂരമായി പിന്നീട് കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയാണ്. ബിൽക്കിസ് യാക്കൂബ് റസൂൽ എന്ന ബിൽക്കിസ് ബാനുവിൻ്റെ ആത്മധൈര്യവും ഫാസിസ്റ്റുകൾക്കെതിരെ നടത്തിയ നിയമപോരാട്ടവും ലോകം ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു. പ്രതികളെ വിട്ടയച്ച ഗുജറാത്തിലെ സംഘപരിവാർ ഭരണകൂടത്തിനും ബലാത്സംഗങ്ങളുടെ കൂട്ടക്കൊലയുടെ പേരിൽ ഇന്നേ വരെ ഒരു മനസ്താപവും പ്രകടിപ്പിക്കാത്ത നരേന്ദ്രമോദിക്കും കിട്ടിയ ഒരു പ്രഹരം കൂടിയാണ് ഈ കോടതി വിധി. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ജയിച്ച BJP സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഈ കുറ്റവാളികളുടെ നേതാവും ഉണ്ടായിരുന്നു. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ 11 കുറ്റവാളികളെയും ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പരസ്യമായി രംഗത്ത് വന്ന ചന്ദ്രസിംഗ് റൗൽജിയെ 7ാം തവണയും ഗോദ്ര മണ്ഡലത്തിൽ നിന്ന് 35,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്ത് ഗുജറാത്ത് വോട്ടർമാർ ബ്രാഹ്മണ സംസ്കാരം തെളിയിച്ചിരുന്നു. ബിൽക്കിസ് ബാനുവിൻ്റെ 22 വർഷത്തെ നിയമപോരാട്ടമാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. വർഗീയ ക്രിമിനലുകളെ നിരുപാധികം വിട്ടയച്ച ഗുജറാത്ത് കോടതിയുടെ ആ ഹീനമായ വിധി മരവിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഈ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ പുതിയ ഒരു അധ്യായം കുറിച്ചിരിക്കുന്നു. മുഖം മറക്കാതെ തന്നെ ഈ നാടടക്കി ഭരിക്കുന്ന ശക്തികൾക്കെതിരെ ധൈര്യമായി പോരാടാനിറങ്ങിയ ബിൽക്കിസ് ബാനുവിനും പിന്തുണയുമായി കൂടെ നിന്ന CPM സുഭാഷ്ണി അലിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്രയ്ക്കും അഭിവാദനങ്ങൾ.